കഥാപാത്ര നിരൂപണം എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. 1. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 2. കഥാപാത്ര നിരൂപണത്തിൻ്റെ ഘടന. 3. മാതൃക. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. 1. കഥാപാത്രത്തെ പരിചയപ്പെടുത്തുക. ആരാണ് ഈ കഥാപാത്രം? കഥയിൽ അവരുടെ പേരെന്താണ്? പ്രായം, ജോലി, സാമൂഹിക പശ്ചാത്തലം എന്നിവയെല്ലാം ആദ്യ ഭാഗത്ത് എഴുതാം. ഉദാഹരണത്തിന്, മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥയിലെ അമ്മ എന്ന കഥാപാത്രം വളരെ സ്നേഹനിധിയും ലളിത ജീവിതം നയിക്കുന്നവളുമാണ് എന്ന് തുടങ്ങാം. 2. സ്വഭാവ സവിശേഷതകൾ വിശകലനം ചെയ്യുക. കഥാപാത്രത്തിൻ്റെ സ്വഭാവം വിശദീകരിക്കുക. അവർ എങ്ങനെയാണ് പെരുമാറുന്നത്? അവരുടെ നല്ലതും മോശവുമായ സ്വഭാവങ്ങൾ എന്തെല്ലാമാണ്? കഥയിലെ അവരുടെ സംഭാഷണങ്ങൾ, പ്രവൃത്തികൾ, ചിന്തകൾ എന്നിവയെല്ലാം ഇതിനായി ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, അവർ വളരെ ക്ഷമയോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ ധൈര്യശാലിയാണ് എന്ന രീതിയിൽ എഴുതാം. 3. കഥാപാത്രത്തിൻ്റെ രൂപം. കഥയിൽ കഥാപാത്രത്തിൻ്റെ രൂപത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. അവരുടെ വസ്ത്രധാരണം, ശരീരഭാഷ എന്നിവയൊക്കെ അവരുടെ വ്യക്തിത്വത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും വിശകലനം ചെയ്യാം. 4. കഥാപാത്രത്തിൻ്റെ ലക്ഷ്യവും മാറ്റങ്ങളും. കഥയിൽ ഈ കഥാപാത്രത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? കഥ പുരോഗമിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ? അവർ കഥയുടെ അവസാനം എങ്ങനെയായിരിക്കും? ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത് കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ സഹായിക്കും. 5. മറ്റ് കഥാപാത്രങ്ങളുമായുള്ള ബന്ധം. ഈ കഥാപാത്രം മറ്റ് കഥാപാത്രങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അവരുടെ ബന്ധങ്ങൾ കഥയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു? ഉദാഹരണത്തിന്, അവർ മകനോട് വളരെ അടുപ്പമുള്ള അമ്മയാണ്. മകനോടുള്ള അവരുടെ സ്നേഹം കഥയിലെ പ്രധാന വിഷയമാണ് എന്നെഴുതാം. മാതൃകാപരമായ ഒരു കഥാപാത്ര നിരൂപണത്തിൻ്റെ ഘടന. ആമുഖം. കഥാപാത്രത്തെ പരിചയപ്പെടുത്തുക. കഥയുടെ പേര്, എഴുത്തുകാരൻ എന്നിവ ചേർക്കുക. പ്രധാന ഭാഗം. കഥാപാത്രത്തിൻ്റെ സ്വഭാവം, രൂപം, ലക്ഷ്യങ്ങൾ, മറ്റ് കഥാപാത്രങ്ങളുമായുള്ള ബന്ധം എന്നിവ വിശദീകരിക്കുക. ഉപസംഹാരം. കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം, അവർ കഥയ്ക്ക് നൽകുന്ന സംഭാവനകൾ എന്നിവ സംക്ഷിപ്തമായി രേഖപ്പെടുത്തുക. ഒരു കഥാപാത്ര നിരൂപണത്തെ നമുക്ക് 3 പാരഗ്രാഫാക്കി എഴുതാം. ആദ്യത്തെ പാരഗ്രാഫിൽ ആമുഖം, രണ്ടാമത്തെ പാരഗ്രാഫിൽ പ്രധാന ഭാഗം, മൂന്നാമത്തേതിൽ ഉപസംഹാരം എന്ന രീതിയിൽ. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൃത്യവും വ്യക്തവുമായ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ സാധിക്കും. ഇനി നമുക്കൊരു കഥാപാത്ര നിരൂപണത്തിൻ്റെ മാതൃക നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ കഥാപാത്രമായ പാത്തുമ്മയെക്കുറിച്ചാണ് ഇവിടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കിയിരിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് പാത്തുമ്മ. ബഷീറിൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്നും കടം കൊണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ നോവലിലുണ്ട്. നോവലിലെ ആഖ്യാതാവ് ബഷീർ തന്നെയാണെങ്കിലും കഥയുടെ പ്രധാന ഭാഗം പാത്തുമ്മയുടെയും അവരുടെ ആടിൻ്റെയും ജീവിതവുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ടു പോകുന്നത്. പാത്തുമ്മ ദാരിദ്ര്യത്തിലും ദുരിതത്തിലും ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം അതിജീവനത്തിനായുള്ള നിരന്തരമായ പോരാട്ടമാണ്. തൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളെയും പ്രാരാബ്ധങ്ങളെയും അവർ തൻ്റെ ഇടത്തോടെ നേരിടുന്നു. കുടുംബത്തിലെ മറ്റുള്ളവരുടെ സ്വാർത്ഥതയും കലഹങ്ങളും പാത്തുമ്മയുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാക്കുന്നു. എങ്കിലും അതൊന്നും അവരുടെ ആത്മവിശ്വാസം കെടുത്തുന്നില്ല. പാത്തുമ്മയും ആടും. നോവലിൽ പാത്തുമ്മയുടെ ആട് ഒരു സാധാരണ മൃഗം മാത്രമല്ല. പാത്തുമ്മയുടെ കഷ്ടപ്പാടുകളുടെയും പ്രതീക്ഷകളുടെയും പ്രതീകം കൂടിയാണ് ആ ആട്. ആടിൻ്റെ പാലാണ് പാത്തുമ്മയുടെയും കുടുംബത്തിൻ്റെയും പ്രധാന വരുമാനം. അതുകൊണ്ടു തന്നെ ആടിനെ സ്വന്തം കുട്ടിയെപ്പോലെയാണ് അവർ സ്നേഹിക്കുന്നത്. ആട് തൻ്റെ കഷ്ടപ്പാടുകൾക്ക് പരിഹാരമാകുമെന്നും നല്ലൊരു ജീവിതം നൽകുമെന്നും പാത്തുമ്മ വിശ്വസിക്കുന്നു. എന്നാൽ അവരുടെ സഹോദരങ്ങൾ ആടിൻ്റെ പാലിനും അതിൻ്റെ കുട്ടികൾക്കുമായി വഴക്കടിക്കുകയും പാത്തുമ്മയെ ദ്രോഹിക്കുകയും ചെയ്യുന്നു. കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകൾ. പാത്തുമ്മ ഒരു സാധാരണ കഥാപാത്രമല്ല. അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു സാധാരണക്കാരിയുടെ ലാളിത്യവും സത്യസന്ധതയുമുണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ നിസ്സഹായാവസ്ഥകളിൽ പോലും പ്രതീക്ഷയോടെ മുന്നോട്ടു പോകുന്ന ഒരു സ്ത്രീയാണ് പാത്തുമ്മ. നോവലിൽ പാത്തുമ്മയെ ബഷീർ ഒരു ശക്തമായ സ്ത്രീ കഥാപാത്രമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് അന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ സാമൂഹിക അവസ്ഥയെക്കുറിച്ചുള്ള ഒരു സൂചന കൂടിയാണ്. പാത്തുമ്മയുടെ നിശ്ചയദാർഢ്യവും
സഹനശക്തിയും ഓരോ വായനക്കാരനെയും സ്പർശിക്കും. ദാരിദ്ര്യം, കുടുംബ പ്രശ്നങ്ങൾ, സ്നേഹത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ എന്നിവയെല്ലാം പാത്തുമ്മ എന്ന കഥാപാത്രത്തിലൂടെ ബഷീർ മനോഹരമായി വരച്ചുകാട്ടുന്നു. പാത്തുമ്മയുടെ ആട് എന്ന നോവൽ ബഷീറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രചനകളിലൊന്നായി കണക്കാക്കപ്പെടാനുള്ള പ്രധാന കാരണം പാത്തുമ്മ എന്ന കഥാപാത്രത്തിൻ്റെ ആഴവും പരപ്പും കൂടിയാണ്. അവരുടെ ജീവിതവും പോരാട്ടങ്ങളും മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച അനുഭവങ്ങളിലൊന്നാണ്. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.